ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ചധികം ടബ്ബുകളുണ്ട്. അപ്പോൾ ഇതിനകത്തെല്ലാം കുറേ മീനുകളെ നമ്മൾ നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ കയ്യിൽ കിടക്കുന്ന മീനുകളുടെ ഒരു എക്സ്പ്ലനേഷൻ ആണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഒന്നാമത്തെ ടബിനകത്തായി നമ്മൾ നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്ന മീൻ എന്ന് പറയുന്നത് ചില്ലി മൊസൈക്ക് എന്ന് പറയുന്ന ഈ ഒരു മത്സ്യത്തെയായിരുന്നു. അതേപോലെ തന്നെ നമ്മളുടെ രണ്ടാമത്തെ ടബിനകത്തായി നമ്മൾ നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നത് ശ്രീലങ്കൻ വൈറ്റ് എന്ന് പറയുന്ന ഈ ഒരു മത്സ്യത്തെയായിരുന്നു. ഈ ഒരു മത്സ്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ പറയാനായി പോകുന്നത്. ശ്രീലങ്കൻ വൈറ്റ് അല്ലെങ്കിൽ സ്നോ വൈറ്റ് എന്ന് വിളിക്കുന്ന ഗപ്പി വിഭാഗത്തിൽപ്പെടുന്ന ഒരു മത്സ്യമാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മളുടെ ടബിൽ നിക്ഷേപിക്കാനായി നമ്മൾ ആദ്യമായിട്ട് വാങ്ങിക്കുന്ന ഒരു മത്സ്യം കൂടിയായിരുന്നു ഇത്. 4 മെയിലും ഒരു ഫീമെയിലുമായിട്ട് ഏകദേശം 5 ഫിഷുകളാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ കിടക്കുന്നത്. അപ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് ഏകദേശം 4 മെയിലിനെയും 2 ഫീമെയിലിനെയും ആയിട്ടായിരുന്നു വാങ്ങിച്ചിരുന്നത്. പക്ഷേ ഒരു ഫീമെയിൽ ഫിഷ് നമ്മളുടെ കയ്യിൽ നിന്നും ഡെഡായി പോയിരുന്നു. അപ്പോൾ നമ്മളുടെ കയ്യിൽ ഇപ്പോൾ കിടക്കുന്ന ഫീമെയിൽ ഫിഷ് പ്രസവിച്ചിട്ട് കിട്ടിയ കുട്ടികളാണ് ഈ കാണുന്നതെല്ലാം. ഏകദേശം 5 കുട്ടികളെ പ്രസവിച്ചതിൽ നിന്നും 3 എണ്ണത്തെയാണ് നമുക്ക് ജീവനോടെ ലഭിച്ചത്. ഏകദേശം 1 മാസം പ്രായമുള്ള കുട്ടികളാണ് ഈ കാണുന്നത്. പ്രത്യേകിച്ച് കളറോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ വന്നിട്ടില്ല. ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട ഫിഷുകളാണ് ഈ കാണുന്ന ശ്രീലങ്കൻ വൈറ്റ് എന്ന് പറയുന്ന ഫിഷുകൾ. അപ്പോൾ ഇതിനു മുൻപ് ചെയ്തിരുന്ന ഒരു വീഡിയോയിൽ നമ്മൾ ഇവയെ ഫുൾ വൈറ്റ് ഗപ്പീസ് എന്ന് വിളിച്ചിരുന്നു. യഥാർത്ഥത്തിൽ ഇതിനെ ഫുൾ വൈറ്റ് ഗപ്പീസ് എന്നല്ല അറിയപ്പെടുന്നത്. സ്നോ വൈറ്റ് അല്ലെങ്കിൽ ശ്രീലങ്കൻ വൈറ്റ് എന്ന് പറയുന്ന ഗപ്പികളാണ് ഈ കാണുന്നത്. പെട്ടെന്ന് അസുഖങ്ങളൊന്നും വരാത്ത നല്ല ഇമ്മ്യൂണിറ്റി പവർ ഉള്ള മത്സ്യങ്ങൾ തന്നെയാണ് ശ്രീലങ്കൻ വൈറ്റ് എന്ന് പറയുന്ന ഈ മത്സ്യങ്ങൾ. ബ്ലാക്ക് ഐ വിഭാഗത്തിൽ വരുന്ന ഗപ്പികളാണ് ഇവർ. മെയിൽ ഫിഷിനാണെങ്കിൽ ഷോർട്ട് ബോഡിയും അതേപോലെ തന്നെ തലയൊഴികെ ശരീരം മുഴുവനായി കവർ ചെയ്ത് വരുന്ന വൈറ്റ് കളറും മറ്റുള്ള മീനുകളിൽ നിന്നും ഇവരെ വ്യത്യസ്തരാക്കി മാറ്റുന്നുണ്ട്. ഫീമെയിലിന് പ്രത്യേകിച്ച് കളറും കാര്യങ്ങളും ഒന്നും കാണാനായി സാധിക്കുകയില്ല. വലിയ ഡോർസലും ടെയിലും ഇല്ലെങ്കിൽ കൂടി പോലും കാണാൻ അതിമനോഹരമായിട്ടുള്ള ഗപ്പികൾ തന്നെയാണ് ശ്രീലങ്കൻ വൈറ്റ് എന്ന് പറയുന്ന ഈ ഗപ്പികൾ. നമ്മൾ ഈ ഗപ്പികളെ അക്വേറിയം ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഏകദേശം 4 മാസത്തോളമായി. പക്ഷേ ഒറ്റ പ്രസവം മാത്രമേ ഇതുവരെ ഇത് നടത്തിയിട്ടുള്ളൂ. അതിൽ നിന്നും ഏകദേശം 3 കുട്ടികളെയും നമുക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രസവിച്ച് കുട്ടികളെ ലഭിക്കുന്ന കാര്യത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാം. ഒരുപക്ഷെ ഇത് ശ്രീലങ്കയിൽ വികസിപ്പിച്ചെടുത്തിട്ടുള്ള ഫിഷാകാം. അതുകൊണ്ട് തന്നെയാകാം ഇതിന് ശ്രീലങ്കൻ വൈറ്റ് എന്ന് പേര് വരാൻ കാരണവും. പിന്നെ ഇവരെ വാങ്ങിച്ച് വളർത്തുന്നവർക്ക് സ്ഥലപരിമിതി ഒരു പ്രശ്നമായി വരില്ല. തീരെ ചെറിയ പാത്രങ്ങളിൽ പോലും വളരെ ഈസിയായി വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു മത്സ്യമാണ് ഈ കാണുന്നത്. സാധാരണ ചെറിയ പാത്രങ്ങളിൽ മീൻ വളർത്തുന്നവർ ആഴ്ചയിലോ മാസത്തിലോ ഒരിക്കൽ വാട്ടർ ചേഞ്ച് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. പിന്നുള്ളത് ഇവരുടെ ഭക്ഷണക്രമമാണ്. ഒരു ദിവസം 1 തവണയോ 2 തവണയോ ഫുഡ് ഫീഡ് ചെയ്താൽ മതിയാകും. ഓവർ ഫീഡ് ചെയ്താലുള്ള കുഴപ്പം ഫിഷ് ഫുഡ് എടുക്കാതെ വരികയും ഫുഡ് വെള്ളത്തിൽ അടിയുകയും ഈ ഫുഡ് കാലക്രമേണ ദ്രവിച്ച് ഫിഷുകൾക്ക് പല രോഗങ്ങൾ വരുത്തി വെക്കുന്നതിനും കാരണമായി മാറുന്നു. ഇതിലൂടെ ഫിഷ് ഡെഡ് ആവാനുള്ള സാധ്യതകളും കൂടുതലാണ്. പിന്നെ ഞാൻ ഇവർക്ക് നൽകുന്നത് പച്ചയും ചുവപ്പും നിറത്തിലുള്ള പല്ലറ്റ് ഫുഡുകളാണ്. ലൈവ് ഫീഡൊന്നും ഞാൻ ഇതുവരെയും ഇവർക്ക് നൽകിയിട്ടില്ല. അതേപോലെ തന്നെ ഇവരുടെ മാർക്കറ്റ് പ്രൈസ് അനുസരിച്ച് പെയറിന് ഏകദേശം 100 രൂപ വിലയാണ് വരുന്നത്. അപ്പോൾ എല്ലായിടത്തും ഒരേ പ്രൈസ് റേഞ്ചിലായിരിക്കുകയില്ല ഫിഷിനെ ലഭിക്കുന്നത്. പലയിടത്തും വ്യത്യസ്ത പ്രൈസ് റേഞ്ചിലായിരിക്കും ഫിഷിനെ ലഭിക്കുക. പിന്നെ ഹൈബ്രിഡ് ഗപ്പികൾ ആയതുകൊണ്ട് തന്നെ ഇവരെ പ്രത്യേകം സെപ്പറേറ്റ് ചെയ്ത് വളർത്താനായി ശ്രമിക്കുക. ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട ഒരുപാട് തരം മത്സ്യങ്ങൾ ഇന്ന് മാർക്കറ്റുകളിൽ ലഭ്യമാണ്. ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട ഫിഷുകളെ ഒരുമിച്ചിട്ട് വളർത്തിയാൽ അത് ക്രോസ് ബ്രീഡ് ആകാനുള്ള സാധ്യത ഏറെയാണ്. എന്തായാലും നമ്മുടെ കയ്യിലുള്ള ഈ ഒരു ഫിഷിനെ നമ്മുടെ ടബിലേക്ക് നമ്മൾ തിരികെ നിക്ഷേപിക്കാനായി പോവുകയാണ്. എന്തായാലും നമ്മളുടെ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ പുതിയ മീനിന്റെ വിശേഷങ്ങളുമായി വരുന്നതായിരിക്കും.